ഇന്നലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ അവിടെ നിന്ന് പങ്കുവച്ച ദൃശ്യങ്ങൾ എന്നത് അങ്ങേയറ്റം ഭയാനകമാകുന്ന ദൃശ്യങ്ങൾ ആയിരുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഇതാ ഈ കാണുന്ന അപകടം, ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ അത്രമേൽ ഭയാനകമാകുന്ന ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ അവിടെയും അത്ഭുതകരമായ ചില രക്ഷപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. TG സജിത്ത് കൂടി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ നടപടി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ പലർക്കും തങ്ങളിപ്പോൾ ജീവനോടെയുണ്ട് എന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലുള്ള ഒരു അപകടത്തിൽ നിന്ന് നിരവധി ആളുകൾ തലനാരിഴയ്ക്ക് ഭാഗ്യം കൊണ്ട് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ രക്ഷപ്പെട്ട സാഹചര്യം കൂടിയുണ്ടല്ലോ സജിത്ത്. അതെ, ഇന്നലെ പുറത്തു വന്ന രണ്ട് ദൃശ്യങ്ങൾ ഏറ്റവും പ്രധാനമായിരുന്നു. ഒന്ന്, അവിടെ ആ പാലത്തിന് സമീപത്ത് നിന്നും ഒരാൾ മൊബൈലിൽ പകർത്തിയ ഒരു ദൃശ്യം. ആ ദൃശ്യത്തിലാണ് ഒരു മല ഇടിഞ്ഞു വരുന്ന രീതിയിൽ ആ മണ്ണ് പാടെ ഒരു പ്രദേശത്തെ മൂടപ്പെടുന്ന രീതിയിൽ മണ്ണ് വരുന്നത്. മറ്റൊന്ന് ഒരു CCTV ദൃശ്യമാണ്. ഒരു കടയിൽ അവിടെ സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യത്തിൽ വളരെ വ്യക്തമായി കാണാം ജീവൻ രക്ഷിക്കാൻ വേണ്ടി വലിയ രീതിയിൽ ഓടി മാറാൻ ശ്രമിക്കുന്ന പല ആളുകൾ. ഇതിൽ കുറേയധികം ആളുകൾക്ക് ജീവൻ തിരികെ പിടിപ്പിക്കാൻ കഴിഞ്ഞു, അവർക്ക് തിരിച്ച് രക്ഷപ്പെടാൻ കഴിഞ്ഞു. പക്ഷേ കുറേ ആളുകൾ മണ്ണിൽ മൂടപ്പെടുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ കാണാം. ഇവിടെ പരാമർശിച്ചു പോകേണ്ട ദമ്പതിമാർ രണ്ടുപേരുണ്ട്. രണ്ടുപേർ ജീവിതത്തിലേക്ക് ഓടിക്കയറിയ രണ്ടുപേർ, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. രണ്ടുപേരുണ്ട്, ബൽരാജും ഒപ്പം കൂടമ്മാളും. രണ്ടുപേരും തമിഴ്നാട്ടിലെ മധുര സ്വദേശികളാണ്. കഴിഞ്ഞ 17 വർഷമായി ഇരുവരും അവിടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരാണ്. അവരൊരു ബാങ്ക് ആവശ്യത്തിന് പോകുന്നതിന് വേണ്ടി ആ സമീപത്തുള്ള ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. അതായത് ഈ സ്ഥലത്തെ നിർമ്മാണ ജോലിക്കാരോ മറ്റോ ഒന്നുമല്ല അവർ മറ്റൊരു മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്, എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ ബാങ്ക് ആവശ്യത്തിന് പോകാൻ അവിടെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോഴാണ് വരുന്നത്. ജീവൻ കരിപ്പിടിപ്പിക്കാൻ വേണ്ടി ജീവിതത്തിലേക്ക് ഓടിക്കയറുകയാണ് യഥാർത്ഥത്തിൽ കണ്ടത്. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അവരുടെ രക്ഷപ്പെടൽ, എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ട് എത്തിയത്? നമുക്ക് കൃത്യമായി തന്നെ ആ ദൃശ്യങ്ങൾ സഹിതം നമുക്കത് വിശദീകരിക്കാം. ഈ ദൃശ്യത്തിലേക്ക് പോകുമ്പോൾ തന്നെ കാണാം, ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ രണ്ട് വ്യക്തികളാണ്. ഇതാണ് ബൽരാജ്, ഇതാണ് കൂടമ്മാള്. കൂടമ്മാളുടെ കൈവശം ഒരു കുടയുണ്ട്, ഒരു ചുരിദാറാണ് അവർ ധരിച്ചിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ സമീപത്തെ ഈ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മണ്ണ് ഈ മുകളിൽ കാണുന്ന മണ്ണ് ഇടിഞ്ഞു വീണ് വരുന്നത്. അപ്പോൾ ബൽരാജ് ഭാര്യയും കൈപ്പിടിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് ഓടിക്കയറുകയാണ്. കാരണം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപ്പെടൽ അതാണ് സംഭവിക്കുന്നത്. കുട കയ്യിൽ നിന്ന് പോകുന്നത് കാണാം, എങ്കിലും അവർ ഓടി മാറാനാണ് ശ്രമിക്കുന്നത്. നമുക്കതിൻ്റെ തുടർ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയും. നമുക്ക് ആ ദൃശ്യത്തിൽ നിന്ന് എടുക്കുന്ന സ്റ്റിൽ ഇമേജസ് ആണ്. കൃത്യമായി കാണാം അവർ ഓടി വരുന്നത്. പിന്നീട് ഈ പാലം കവർ ചെയ്ത് മുന്നിലുള്ള ആളുകൾക്കൊപ്പം അവർ ഓടി മാറാൻ ശ്രമിക്കുന്നത്. അവർ വീണ്ടും ഓടി മാറുകയാണ്. അങ്ങനെ ഓടി മാറി എത്തുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ആ CCTV ദൃശ്യങ്ങൾ, ആദ്യം കണ്ട ദൃശ്യം ഇതൊരാൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യമാണ്. അതിനുശേഷം ഇതൊരു കടയിലെ CCTV ദൃശ്യമാണ്. നമുക്ക് കൃത്യമായി അറിയാം CCTVയുടെ. ദൂരെ നോക്കുമ്പോൾ കാണാം നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ ബൽരാജും കൂടമ്മാളും ഓടി വരുന്നത് കാണാം. തൊട്ടപ്പുറം ഒരു ടാങ്കർ ലോറി കിടക്കുന്നത് കാണാം. ആ ടാങ്കർ ലോറി പിന്നീട് എത്ര കണ്ട് മണ്ണിൽ നീക്കപ്പെട്ടു എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്കതിൻ്റെ തുടർച്ചയിലേക്ക് വരുമ്പോൾ വ്യക്തമാവുന്നത് അവരുടെ പിന്നീടുള്ള ഓട്ടമാണ്. ജീവിതത്തിലേക്ക് ഓടിക്കയറുന്ന അവരുടെ ആ ഓട്ടമാണ് നമുക്ക് കാണുന്നത്. അവർക്കൊപ്പം ഓടിക്കയറുന്ന പല ആളുകളുണ്ട്. ഒപ്പം ബൽരാജും കൂടമ്മാൾ, ഇടയ്ക്ക് കൂടമ്മാൾ വീണു പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ബൽരാജ് അവരെ കരുതൽ ചേർത്ത് പിടിച്ച് വീണ്ടും ഓടുകയാണ്. അങ്ങനെ മുന്നോട്ട് ഓടി ഇവർ വരികയാണ്. മുന്നോട്ട് ഓടി വരുമ്പോൾ അവരുടെ അടുത്ത ഘട്ടം എങ്ങനെയാണ് അവർ കടന്നു വന്നതെന്ന് നോക്കുക. ഇവിടെ എത്തുമ്പോഴേക്കും കൂടമ്മാൾ വീണു പോവുകയാണ്. കൂടമ്മാളും ബൽരാജും ഇവിടെ എത്തുമ്പോഴേക്കും വീഴുന്നു. അതായത് ഇവിടെ ഈ ദൃശ്യങ്ങൾ, ഇതിന് തൊട്ടു മുമ്പുള്ള ഈ ഇമേജ് നോക്കുമ്പോൾ അറിയാം ഈ ടാങ്കർ ലോറി അപ്പോൾ അവിടുന്ന് അനങ്ങിയിട്ടില്ല. പക്ഷേ അടുത്ത ഇമേജിലേക്ക് പോകുമ്പോൾ ടാങ്കർ ലോറിയെയും മണ്ണ് അവിടുന്ന് നീക്കുകയാണ്, റോഡിലൂടെ നിരക്കി നീക്കുകയാണ്. സ്വാഭാവികമായി കൂടമ്മാൾ അവിടെ വീണു പോകുന്നു. കൂടമ്മാളും ബൽരാജും അവിടെ വീണു പോവുകയാണ്. തുടർന്ന് ഇത് നോക്കൂ, അവർ പൂർണ്ണമായി വീഴുന്നു. അതായത് സാധാരണ രീതിയിൽ ജീവിതം നഷ്ടപ്പെട്ടു, ജീവിതം അവസാനിക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നിപ്പിക്കാവുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം രണ്ട് തരത്തിലാണ്. ഒന്ന്, മണ്ണ് അവർക്ക് മേൽ വന്ന് മണ്ണിൽ അവർ മൂടപ്പെട്ടു പോകാം. രണ്ട്, ഈ ലോറി അവരെയും കൊണ്ട് നിരകി മാറുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന അടുത്ത അപകടം. പിന്നീട് അതിൻ്റെ തുടർച്ചയിലേക്ക് പോകുമ്പോൾ നോക്കൂ, ഏറെക്കുറെ ആ ലോറിയുടെ അടിയിലേക്ക് തന്നെ അവർ വീണ് കഴിഞ്ഞു അപ്പോഴേക്കും. അതായത് ടാങ്കർ ലോറി അവിടെ നിന്ന് നിരങ്ങി മാറുകയാണ്, മണ്ണുമായി നിരങ്ങി മാറുകയാണ്. ഇവർ മൂടപ്പെട്ടു പോയി. അവരുടെ തൊട്ട് മുന്നിൽ ഓടിയ ആളുകളൊക്കെ ഏറെക്കുറെ സുരക്ഷിതമായി മുന്നിലേക്ക് ഓടി മാറാൻ അവർക്ക് കഴിയുന്നുണ്ട്. പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് അതായത് ആദ്യം നമ്മൾ കണ്ട ഇവിടെ വന്ന് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരുമ്പോഴേക്കും ഇവർ വണ്ടിയുടെ അടിയിലായി കഴിഞ്ഞു. ഈ സമയത്ത് അവർ വണ്ടിയുടെ അടിയിൽ തന്നെയാണ്. വണ്ടി നിരങ്ങി നീങ്ങി ഈ ജീപ്പിലേക്ക് വന്ന് ഇടിച്ചു കയറുകയാണ്. അപ്പോൾ ആ വണ്ടിയുടെ അടിയിലുണ്ടായിരുന്ന ടാങ്കർ ലോറിയിൽ അടിയിലുണ്ടായിരുന്ന
കൂടമ്മാളും ബൽരാജും നിരങ്ങി നീങ്ങി ഈ ജീപ്പിന് സമീപത്തേക്ക് തെറിച്ചു വീഴുന്നു എന്നതാണ് പിന്നീട് കാണുന്നത്. അടുത്ത ഘട്ടം നോക്കൂ. ഇതിൻ്റെ അടിയിലൂടെ, ഈ ടാങ്കർ ലോറിയുടെ അടിയിലൂടെ വീണ് കിടക്കുന്ന കൂടമ്മാള് മണ്ണിൽ ഏറെക്കുറെ പൂണ്ട് കിടക്കുകയാണ്. ബൽരാജ് അല്പം കൂടി സുരക്ഷിതനായി നിൽക്കുന്നു എന്ന് കരുതാം. ആദ്യ ഭാഗത്ത് ഓടിയ ഒരു വ്യക്തി നോക്കൂ, ആദ്യം നമ്മൾ കണ്ടതാണ്, ഒരു നീല ഷർട്ടിട്ട ഒരാൾ ഓടി മാറുന്നത് കണ്ടതാണ്. ഇയാൾ അപ്പോഴേക്കും വീണു പോകുന്നു. പക്ഷേ ഈ മണ്ണ് വീഴുന്നതിൻ്റെ മുൻനിരയിൽ തന്നെ അദ്ദേഹമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടുന്ന് ഏറെക്കുറെ രക്ഷപ്പെടാൻ കഴിയുന്നു. പക്ഷേ ഇത് അത്ഭുതകരമായ എല്ലാ അർത്ഥത്തിലുള്ള ഒരു രക്ഷപ്പെടലാണ് സംഭവിക്കുന്നത്. കാരണം മണ്ണിൽ മൂടപ്പെട്ടു പോകുന്നു, ഈ വണ്ടിയുടെ അകടിയിലേക്ക് വീണു പോകുന്നു കൂടമ്മാൾ. പക്ഷേ കൂടമ്മാളിന് വീണ്ടും നിരങ്ങി വീറുമ്പം ആദ്യ ചിത്രത്തിൽ ഇവിടെ കൂടമാളിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം ഈ വണ്ടിയുടെ അടിയിലേക്ക് കൂടമാൾ വീണ് കഴിഞ്ഞു. രണ്ടാമത് വരുമ്പോഴത്തേക്കും കൂടമാൾ അല്പം കൂടി പുറത്തേക്ക് വരുന്നു. അടുത്ത ചിത്രത്തിലേക്ക് വരുമ്പോൾ പുറത്തേക്ക് തെറിച്ച് വീഴുകയാണ് കൂടമാൾ സംഭവിക്കുന്നത്. അടുത്ത് നോക്കൂ, ഒന്നുകൂടി കൂടമാൾ അവിടെ വീഴുന്നു. ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഈ ടൂ വീലറൊക്കെ സുരക്ഷിതമായി അവിടെ ഇരിക്കുകയാണ്. അടുത്ത ചിത്രത്തിലേക്ക് വരുമ്പോൾ ടൂ വീലറും മണ്ണിലേക്ക് മറിഞ്ഞു വീഴുകയാണ് സംഭവിക്കുന്നത്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണാം കൂടമ്മാൾ ഇവിടെ നിന്ന് വീണ് കിടന്ന ബൽരാജ് എഴുന്നേറ്റ് നിൽക്കുന്നു. അതായത് ഏറെക്കുറെ വന്ന് ഇവിടെ പൂർണ്ണമായി. അപ്പോൾ ബൽരാജ് എഴുന്നേൽക്ക് നിന്ന് മണ്ണിൻ്റെ അടിയിലും വാഹനത്തിൻ്റെ അടിയിലുമായി കിടക്കുന്ന കൂടമ്മാളെ, തൻ്റെ ഭാര്യയെ ജീവിതത്തിലേക്ക് തിരികെ വലിച്ചുയർത്തുന്ന ആ ചിത്രമാണ് കാണുന്നത്. നോക്കൂ, എത്ര അത്ഭുതകരമായ രക്ഷപ്പെടൽ ഒടുവിൽ സംഭവിക്കുന്നു എന്നത്. ബൽരാജ് കൂടമ്മാളയായിട്ട് പോവുകയാണ്, നടന്നു പോകുന്നു. ഇതാണ് ഈ ചിത്രത്തിൻ്റെ, ഇവരുടെ അത്ഭുതകരമായ രക്ഷപ്പെടലിൻ്റെ ഒരു ചുരുക്കം. ബാങ്കിൽ പോകുന്നതിന് വേണ്ടി അപകടവും ഒന്നും മുന്നിൽ കാണാതെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന ദമ്പതിമാർ ഈ തരത്തിൽ ഒരു വലിയ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നതാണ്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ ഇവരെ മാത്രമാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതുപോലെ രക്ഷപ്പെട്ട നിരവധി ആളുകളുണ്ട്. എല്ലാവരുടെയും ആ പ്രതീക്ഷയും സാഹചര്യവും അപ്പോൾ അതായിരുന്നു ഉണ്ടായത്. മൂടപ്പെട്ടു പോയ നിരവധി ആളുകളുണ്ട്. തിരച്ചിൽ നടപടികൾ എന്തായാലും അവിടെ തുടരുകയാണ്. ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത്ഭുതകരമായ രക്ഷപ്പെടൽ ആണ് പലരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. അപ്രതീക്ഷിതമായ ഒരു അപകടം, അവിടുത്തെ പ്രദേശവാസികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അപകടം. പക്ഷേ ഇപ്പോഴും 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ തുടരുക തന്നെയാണ്. 3 മരണം ആണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിനിടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ചില ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ഈ വിവരം ഞങ്ങൾ ചേർത്ത് വെച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.